കുറേ കാലത്തിന് ശേഷം വീണ്ടും നമ്മൾ വീഡിയോസായിട്ട് വരികയാണ്. നമ്മുടെ സെമസ്റ്റർ പരീക്ഷയ്ക്ക് വരുവാണല്ലോ. അപ്പോൾ ഒരു എക്സാം ഓറിയൻറ്റഡ് വീഡിയോസ് ഓരോന്ന് പഴയതുപോലെ ചെയ്തു തുടങ്ങാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. കഴിയുന്നതുപോലെയൊക്കെ നമ്മൾ ചെയ്തിട്ടേക്കാം. ഓക്കെ, എല്ലാ പ്രാവശ്യം സപ്പോർട്ട് ചെയ്താൽ പ്രാവശ്യം സപ്പോർട്ടൊക്കെ ഉണ്ടാവും, പേടിക്കേണ്ട. പിന്നെ സെമസ്റ്റർ 1 എൻ്റെ പഴയ വീഡിയോസ് കൊണ്ട് ഒന്ന് തപ്പി വെക്കാം, നമ്മുടെ പ്ലേലിസ്റ്റിലേക്ക് ഒന്ന് തപ്പി വെക്കാം. ഓക്കെ, ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം തുടങ്ങുന്നുണ്ട്. ഒരു വെറൈറ്റിക്ക് ഞാൻ ഒരു ഇംഗ്ലീഷിൻ്റെ പേപ്പർ കിട്ടാണ് വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് ആണെങ്കിലും ക്ലോസ്ലി റിലേറ്റഡ് ടു ബിസിനസ് കമ്മ്യൂണിക്കേഷനാണ്. ഇത് നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ റിക്വസ്റ്റ് കാരണം ചെയ്യുന്നതാണ്, അല്ലാതെ ഇംഗ്ലീഷ് ലെവലിൽ ജ്ഞാനിയായതുകൊണ്ടൊന്നുമല്ല. ഓക്കെ, എന്നാലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ, വലിയ വെളിയിൽ നിന്നുള്ള വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് മനസ്സിലാവുന്ന സിമ്പിൾ സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ എന്തുണ്ട്, മാനേജ്മെൻറ്റിൻ്റെ ഒരു പേപ്പറുണ്ട്, തെറ്റിദ്ധരിക്കുന്നത് ആ പേപ്പറല്ല. ഇതൊരു AEC ആണ്, ഇംഗ്ലീഷ് ഡിസിപ്ലിൻ്റെ അകത്ത് വരുന്ന പേപ്പറാണ്. നമുക്ക് നോക്കാം സിലബസ് എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. തുടക്കത്തിൽ പറയുന്നുണ്ട്, ഒരു സാധാരണ ഇംഗ്ലീഷിൽ ബേസിക് നോളേജ് ഉള്ള ആർക്കും പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റാണ്, അല്ലാതെ ഇതിൻ്റെ അകത്ത് ബിസിനസ്സിനോടൊരു എക്സ്പീരിയൻസ് വേണം, ബിസിനസ്സുമായിട്ടൊരു ബന്ധം വേണമെന്നൊന്നും പറയുന്നില്ല. എങ്കിൽ പോലും ഞാൻ പറയുന്നത് എന്താണ്, ഒരു ബിസിനസ്സിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കാൻ പറ്റിയാൽ ഇതിലൊരു മെജോറിറ്റി കാര്യങ്ങൾ വലിയ കുഴപ്പമില്ല, മനസ്സിലാവും. ഒരു 60% സാധാരണ ഇംഗ്ലീഷ് തന്നെയാണ്, എന്നാലും ബിസിനസ് റിലേറ്റഡ് ആ ഒരു ബിസിനസ് ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ പറ്റണം. ഓക്കെ, ഒരു ബിസിനസ്സിൻ്റെ ഭാഗത്ത് നിന്ന് ബിസിനസ്സിൻ്റെ കാഴ്ചപ്പാടിലൂടെ ചിന്തിക്കാൻ പറ്റിയ കുറേ കൂടെ കാര്യങ്ങൾ എളുപ്പമാവും. നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് സിലബസ് പറയുന്നത്. മൊഡ്യൂൾ 1 ഇതാണ്. ഓക്കെ, മൊഡ്യൂൾ 1 മൊഡ്യൂൾ 3 2 2 കഥ പറയുന്നുണ്ട്. പക്ഷേ ഈ കഥയെക്കുറിച്ച് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കും എന്നെനിക്കറിയത്തില്ല. കാരണം കഴിഞ്ഞ വർഷം ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ നോക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ കഥയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നല്ല, കഥയെക്കുറിച്ച് ഒരു വാക്കുപോലും അവിടെ പറഞ്ഞില്ല. പക്ഷേ ഇവർ തന്ന മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് കഥയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് വേണമെന്നും വേണ്ടാമെന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുക. എന്തായാലും അതും കൂടെ ഒന്ന് നോക്കിപ്പോവാണ്. അപ്പോൾ തുടങ്ങുന്നത് എഡ്ഗർ അലൻ പോയുടെ ബിസിനസ് മാൻ എന്നൊരു കഥ പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, ഈ കഥ നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കാം. ഗൂഗിളിൽ എന്തെങ്കിലും PDF ഒക്കെ കാണില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ AI-നോട് ചോദിച്ചാൽ, ജെമിനി AI-നോടൊക്കെ ചോദിച്ചാൽ ഇതിൻ്റെ സമ്മറിയെങ്കിലും കിട്ടും. ഒരു ചെറിയൊരു ധാരണ ഞാൻ തരാം. ഇത് കഥ പറയുന്നത് ഒരാളുടെ പേര് പ്രോഫിറ്റ് എന്നോ അങ്ങനെ എന്തോ പേരുള്ള ഒരു ഒരു ഹാസ്യ കഥാപാത്രമാണ് ഇതിലെ ഒരു കഥാനായകനെന്ന് പറയുന്നത്. വെറും മുട്ടന. ഓക്കെ, അത് അമേരിക്കയുടെ ഒരു കാലഘട്ടം കാണിക്കുന്നത്. നമുക്ക് വേറൊന്നും വേണ്ട, ബുദ്ധിപരമായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ വേറെ ഒരു കാര്യം നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പൈസ ഉണ്ടാക്കാം, ജീവിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിനെ കളിയാക്കി പറയുന്ന ഒരു സംഭവമാണ് ഈ എഡ്ഗർ അലൻ പോയുടെ. വെറും സൈക്കോ ആണ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു സൈക്കോ മനുഷ്യനാണ് ഈ കഥാനായകൻ. എഡ്ഗർ അലൻ പോ അല്ല, അദ്ദേഹം മഹാനായ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തെ പറ്റിയില്ല പറഞ്ഞ് ബിസിനസ് മാൻ എന്ന് പറയുന്ന കഥയിലെ നായകൻ. ഓക്കെ, പുള്ളിയുടെ രീതി എന്ന് പറഞ്ഞാൽ പുള്ളി ചെയ്യുന്ന ബിസിനസ് എന്ന് പുള്ളിയുടെ ഭാഷയെ പറയും. പുള്ളി അതിനെ വിളിക്കുന്നത് ജീനിയസ് ബിസിനസ് എന്നൊക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ ലീഗലെന്നും അല്ലെങ്കിൽ ജെന്യൂനെന്നും പറയാൻ പറ്റുന്ന ഒരു കാര്യവും ചെയ്തല്ല പുള്ളി ജീവിക്കുന്നത്. പുള്ളിയുടെ വികൃതികൾ പറഞ്ഞുതരാം. ആദ്യത്തെ എന്ന് പറയുന്നത് എന്തായിരുന്നു, പുള്ളി ഈ നല്ല കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് പോയി വളരെ മോശമായ കെട്ടിടങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ഈ നല്ല കെട്ടിടം വിൽക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്ക് ഇതൊരു ദുശകുനമായിട്ട് തോന്നും, അല്ലെങ്കിൽ ആ കാണുമ്പോൾ ആ ഒരു ഏരിയയുടെ ബ്യൂട്ടിയെ ഡിസ്ട്രോയ് ചെയ്യുന്നൊരു സാധനമായിട്ട് തോന്നും. ഓക്കെ, അതുകൊണ്ട് ഈ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും, കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ വൃത്തികെട്ട ബിൽഡിംഗ് വിലയ്ക്ക് വാങ്ങിച്ച് ഇടിച്ച് പൊളിച്ചങ്ങ് കളയും. അങ്ങനെ ഇയാൾ എന്ത് ചെയ്യും, വലപ്പുറം ചെന്ന് ഈ നല്ല നല്ല ബിൽഡിംഗ് ഇരിക്കുന്നതിൻ്റെ അടുത്ത് പോയി മോശമായിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കി വയ്ക്കുക. പിന്നെ നാട്ടിൽ അനാവശ്യമായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി ഇവന് തല്ല് കിട്ടുന്നതെന്ന് ഉറപ്പാക്കുക. എന്നിട്ട് ഇവൻ എന്ത് ചെയ്യും, പോയി പോലീസ് കേസ് കൊടുക്കുക, എന്നെ ആൾക്കാരടിച്ച് എനിക്ക് അതിന് നഷ്ടപരിഹാരം വേണമെന്നാണ്. അങ്ങനെയൊക്കെ വളഞ്ഞ വഴി കൂടെ പൈസ ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു തരികടയാണ് ദ ബിസിനസ് മാൻ എന്ന കഥയിലെ നായകൻ എന്ന് പറയുന്നത്. ന്യായീകരിക്കാൻ ഒട്ടും പറ്റാത്ത ഒരാൾ. പക്ഷേ പുള്ളിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ പുള്ളി എന്താണ് ന്യായീകരിക്കാൻ, ഞാൻ വളരെ ബുദ്ധിപരമായിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്, അല്ലാതെ ചില്ലറ പരിപാടിയല്ല ഞാൻ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട പറയുന്നത്. ഓക്കെ, ഒരു എത്തിക്സും ഇല്ലാതെ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയാൽ മതി എന്നുള്ള ആ കാലത്തെ ബിസിനസ്മാൻമാരുടെ ഒരു കാഴ്ചപ്പാടിനെ കാണിക്കുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, കളിയാക്കിയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിതിൻ്റെ കഥ പറ്റുമെങ്കിൽ വായിക്കുക, അറ്റ്ലീസ്റ്റ് സമ്മറിയെങ്കിലും ഒന്ന് വായിച്ച് ആ സമ്മറി ചെയ്താലുള്ള ഒരു സാധനം പോലും മനസ്സിനകത്ത് ഉണ്ടാവണം. ഓക്കെ, തൊട്ടടുത്ത് പറയുന്നു 10 ടിപ്സ് ഫോർ ഇംപ്രൂവിങ് യുവർ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലേക്ക് ജനറലായിട്ട് ഉത്തരം ഒന്ന് മനസ്സിൽ കണ്ടുവയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ കഷ്ടപ്പെട്ട് കാണാതെ പഠിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം, 10 കാര്യങ്ങൾ അവർ തന്നൊരു ലിങ്കിൻ്റെ തന്നെ പറയുന്നുണ്ട്. ഓക്കെ,
ഒന്ന്, പ്രാക്ടീസ് ചെയ്യുക. ഒറ്റ വാക്കി പറഞ്ഞാൽ നമ്പർ 1 നമുക്കറിയാവുന്ന സാധാരണ കാര്യങ്ങൾ തന്നെയാണ്. എവിടെയെങ്കിലും സംസാരിക്കാൻ പോകുന്ന മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഓഡിയൻസ് ആരാണ് എന്താണെന്നതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കുക. നമുക്ക് കയ്യിൽ പ്രോപ്പറായ മെറ്റീരിയൽ വേണം. പിന്നെ ഓരോ പ്രാവശ്യം ഈ ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാരുടെ നിന്ന് ഫീഡ്ബാക്ക് വാങ്ങുക. നിങ്ങളാരാണോ അങ്ങനെ തന്നെ നിങ്ങൾ പെരുമാറുക. പറ്റുമെങ്കിൽ കഥ പറയുക, തമാശ പറയുക, അങ്ങനെ നിങ്ങളെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുക. പിന്നെ മാക്സിമവും നോക്കി വായിക്കാതിരിക്കുക. നമ്മുടെ വോയിസും ഹാൻഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പബ്ലിക് സ്പീക്കിങ്ങിനകത്ത്. വോയിസും ഹാൻഡും. വോയിസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരേ ടോണിൽ പറയരുത്. ഈ ആങ്കറിങ് ഒക്കെ ചെയ്യുന്നവർ പറയുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം. പൊങ്ങുന്നു താഴുന്നു, പൊങ്ങുന്നു താഴുന്നു. വോയിസിൻ്റെ കാര്യമാണ് കേട്ടോ. അങ്ങനെ വോയിസ് പൊങ്ങിയും താഴ്ന്നു നിൽക്കുന്ന രീതിയിൽ വേണം, മോഡുലേഷൻ വരുത്തി വേണം സംസാരിക്കാൻ. പിന്നെ കൈകൾ വെറുതെ ബാക്കിൽ കെട്ടി നിൽക്കരുത്, ഒന്ന് അനങ്ങിക്കൊണ്ടിരിക്കണം. അതെവിടെ മുകളിൽ ചേസ് ചെയ്യുന്നല്ലോ, പുള്ളിക്കാരൻ്റെ കൈ നിൽക്കുന്നുണ്ടല്ലേ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ കാഴ്ച കണ്ട് നിൽക്കുന്ന ഒരു കോൺഫിഡൻസ് തോന്നും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ രസകരമായുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് നോക്കാം. ഓക്കെ, ഒന്ന് വായിച്ചാൽ മനസ്സിലാവും. സിമ്പിളാണ്, പറ്റുന്നതൊക്കെ ഒന്നും മനസ്സിലുണ്ടാവട്ടെ. ചോദ്യം വരാം, എന്താണ് ഈ പബ്ലിക് സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ചോദ്യം വരാം. മോറോവർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണല്ലോ. ഓക്കെ, തേർഡ് യൂണിറ്റ് പറയുന്നത് എന്താണ് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെ കുറേ വാക്കുകൾ കിട്ടുമ്പോൾ അതിൽ ഓരോ വാക്കും സിലബസിനൊരു പ്രത്യേകത. സിലബസ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് അങ്ങനെയാണ്. എന്താണ്, സിലബസിൻ്റെ അകത്ത് പറഞ്ഞു പോകുന്ന വാക്കുകൾക്കെല്ലാം ഒരു മിനിമം ഡെഫിനിഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു പാരഗ്രാഫെങ്കിലും പറയാനുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് ഉറപ്പാക്കുക. ഒന്നുമില്ല പിള്ളേർ, നിങ്ങൾ ഇതിനു വേണ്ടി വലിയ മെനക്കേടൊന്നും വേണ്ട. ഈ വാക്ക് അതേപോലെ കോപ്പി ചെയ്ത് ഗൂഗിളിലോ അല്ലെങ്കിൽ എന്താ പറയുക, പിന്നെ AI-ക്കോ, നമ്മുടെ ജെമിനി AI-ക്കോ കൊടുക്കുക. അവർ തരുന്ന ഔട്ട്പുട്ടിന് ഓരോരുത്തർ പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ പേസ്റ്റ് ചെയ്ത് കിട്ടുന്ന നോട്ട് ചുമ്മാ വായിക്കുക. അതിനുള്ളൊരു ഇംഗ്ലീഷ് ആണല്ലോ പഠിക്കുന്നത്, അറ്റ്ലീസ്റ്റ് വായിക്കെങ്കിലും വേണമല്ലോ. അത്രയും മതി നിങ്ങൾക്കൊരു മിനിമം ജ്ഞാനം കിട്ടാൻ. ഇപ്പോൾ എലമെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് വരുന്ന കമ്പോണൻസ് എന്താണെന്ന് ചോദിക്കുന്നത്. നമ്മൾ പണ്ട് കുഞ്ഞുനാൾ പോലെ പഠിക്കുന്ന സാധനമാണ്. ഒരാൾ ഇവിടെ നിന്നൊരു മെസ്സേജ് അയക്കുന്നു. ഈ മെസ്സേജിന് അയാൾ എൻകോഡ് ചെയ്ത് അയക്കുന്നു. ഇതൊരു ചാനലിൽ കൂടെ പോകുന്നു. അത് ഡീകോഡ് ചെയ്ത് ആര് ഉപയോഗിക്കുന്നു? അത് റിസീവ് ചെയ്യാനുള്ള ആൾ ഉപയോഗിക്കുന്നു. ഇതേ സാധനം തന്നെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ എന്തൊക്കെ വേണം? ഇതേപോലെ നമ്മൾ മുകളിൽ കണ്ട ലിങ്ക് പോലെ ഒന്ന് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. വളരെ ഞാൻ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത്, ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളല്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കി നമ്മുടേതായ രീതിയിൽ എഴുതി പോകേണ്ട കാര്യങ്ങൾ. പിന്നെ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. എന്തൊക്കെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ വരുന്ന ബാരിയേഴ്സ്? അത് ഒരുപാട് ബാരിയേഴ്സ് പഠിക്കാനുണ്ട്. അതൊന്ന് ഗൂഗിളിലൊക്കെ കിട്ടും. ഫോർ എക്സാമ്പിൾ ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ് ഉണ്ട്. അതായത് നമുക്കിപ്പോൾ ചോദ്യം ഇതാണ്, ഇതൊരു വ്യക്തി, ഇത് രണ്ടാമത്തെ ഒരു വ്യക്തി, ഇവർക്ക് രണ്ടുപേർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കും വിധം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം? ഒന്ന്, ഈ പറഞ്ഞ പോലെ രണ്ടുപേരുടെയും ഭാഷ വേറെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എന്താണ്, ഇവർ രണ്ടുപേരുടെ സ്ലാങ് വേറെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കാസർഗോഡുള്ള ഒരാളും തിരുവനന്തപുരത്ത് ഒരാളും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് സിനിമയൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് അറിയാം, കാസർഗോഡുള്ള ഒരാളുടെ സ്ലാങ്, രണ്ട് മലയാളമാണെങ്കിൽ പോലും സ്ലാങ് വളരെ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. വാക്കുകൾ തമ്മിൽ വലിയ വ്യത്യാസം വരുന്നുണ്ട്. അവിടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റാതെ പോകും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ പോകും. ഇനി വേറെ പല കാരണങ്ങളും പറയുന്നുണ്ട്. ചില ഇമോഷണൽ ബാരിയേഴ്സ് ഉണ്ട്. എന്ത് പറയുക, ഒരാൾക്ക് ഇയാൾ പറയുന്നത് അൾട്ടിമേറ്റ്ലി എന്താണ്, ഈ പറഞ്ഞ പോലെ രണ്ട് വ്യക്തികൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്ന അല്ലെങ്കിൽ പറ്റാതിരിക്കാൻ ഉണ്ടാകുന്ന തടസ്സങ്ങൾ എന്താണ്, ബാരിയേഴ്സ് എന്തെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇയാൾ എന്തോ മാനസിക പ്രശ്നത്തിൽ നിൽക്കുകയാണ്, അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വേറൊരാൾ പറയുന്നത് കേൾക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല. അപ്പോൾ ഇമോഷണലി അയാൾക്ക് എന്തുണ്ട്, ഈ കമ്മ്യൂണിക്കേഷൻ പൂർത്തീകരിക്കാനുള്ളൊരു ബാരിയറുണ്ട്. അല്ലെങ്കിൽ ഇവർ നിൽക്കുന്ന സ്ഥലത്ത് ഒരു എന്തുണ്ട്, ഒരു ഉത്സവം നടക്കുകയാണ്, ഒരുപാട് വലിയ സ്പീക്കറൊക്കെ വെച്ച് എന്തൊക്കെയോ ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതെന്താണ്, അതും ഒരു ബാരിയറാണ്, ഫിസിക്കൽ ബാരിയർ എന്ന് പറയും. പിന്നെ ഇവർ രണ്ടുപേരും എന്തുണ്ട്, വേറെ പ്രത്യേക കൾച്ചറിലുള്ള ആൾക്കാരാണ്. ഞാൻ നേരത്തെ നമ്മുടെ കാസർഗോഡും തിരുവനന്തപുരം പറഞ്ഞ പോലെ രണ്ട് കൾച്ചറിലുള്ള ആൾക്കാരാണ്. ഇയാൾ പറയുന്ന കാര്യങ്ങൾ ഇയാൾക്കൊരു വിധത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം എന്താ, ഇപ്പോൾ ഒരേ വാക്കായിരിക്കും രണ്ടുപേരും ഉപയോഗിക്കുന്നത്, പക്ഷേ രണ്ട് വാക്കിന് ഇവർ കാണുന്ന അർത്ഥങ്ങൾ വേറെ ആയിരിക്കും. ഇത് എന്തുകൊണ്ടാണ് അർത്ഥം മാറിയ, ഇവരുടെ കൾച്ചർ മാറിയതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ കൾച്ചറലിൻ്റെ മാറ്റം കൊണ്ടും ഇത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പൂർത്തിയാവാതെ പോകാം. അതിനെ കൾച്ചറൽ ബാരിയർ എന്ന് വിളിക്കാം. ഇനി ഒരു വെറൈറ്റി സാധനമുണ്ട്, ഓർഗനൈസേഷണൽ ബാരിയർ. നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ
പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു സാധാരണ ജോലിക്കാരൻ, ഓക്കെ, ഈ സാധാരണ ജോലിക്കാരൻ എന്ത് കണ്ടെത്തി? അയാളുടെ തൊട്ട് മുകളിലിരിക്കുന്ന HR മാനേജർ ഉണ്ടല്ലോ, HR മാനേജർ കള്ളത്തരം ചെയ്യുന്നതായിട്ട് കണ്ടെത്തി. സാധാരണ നമ്മൾ വേറെ എന്ത് പരാതി ഉണ്ടെങ്കിലും ഈ ജോലിക്കാരൻ ചെന്ന് പരാതി പറയുന്ന HR മാനേജറാണ്. ആ HR മാനേജർ കള്ളത്തരം ചെയ്യുന്ന കണ്ടെത്തി ഇയാൾ എന്ത് ചെയ്യും? യഥാർത്ഥത്തിൽ ഇയാൾക്കത് പറയേണ്ടത് കമ്പനിയുടെ ഹെഡിനോടാണ്, CEO-നോടാണ് ഇയാൾക്ക് പറയേണ്ടത്. പക്ഷേ ഓർഗനൈസേഷൻ എത്ര സ്ട്രക്ചറുണ്ട്, ആ സ്ട്രക്ചർ പറയുന്നത് എന്താണ്? ജോലിക്കാരന് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇയാൾ ആരോട് പറയണം? HR-നോട് പറയണം. HR വേണം ആ കാര്യം CEO-നെ അറിയിക്കാൻ. അല്ലാതെ ജോലിക്കാരനെ നേരിട്ട് CEO-നെ അറിയിക്കുക അല്ലെങ്കിൽ നേരിട്ട് CEO-ആയിട്ട് സംസാരിക്കുക എന്ന് പറയുന്നൊരു പരിപാടി എവിടെ ഇല്ല? ഒരു ബിസിനസ്സിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു കമ്പനിക്കകത്ത് ഇല്ല, അല്ലെങ്കിൽ ഓർഗനൈസേഷനകത്ത് ഇല്ല എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു രീതി. അപ്പോൾ ഇവർ പറയേണ്ടത് HR ത്രൂ ആണ്. പക്ഷേ ഇവർ ആരെക്കുറിച്ചാണ് കുറ്റം പറയേണ്ടത്? HR-നെ കുറിച്ചാണ് കുറ്റം പറയേണ്ടത്. നടക്കുന്ന കാര്യമാണോ? അവിടെയും അവന് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റാതെ പോയേക്കാം. അതിനാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ബാരിയർ എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞു വച്ചതൊന്നേ ഉള്ളൂ. ഒരുപാട് കാരണങ്ങൾ കാരണം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മുടങ്ങിപ്പോവാം. അതെന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, പിന്നെ പറയുന്നു ആക്റ്റീവ് ലിസണിങ്ങിനെ കുറിച്ച്. പേര് പറയുന്ന പോലെ തന്നെ ലിസണിങ്, ആക്റ്റീവായിട്ടുള്ള ലിസണിങ്. ഓക്കെ, അപ്പോൾ അത് വെറുതെ കേട്ടിരിക്കുന്നതിനല്ല, അയാൾക്ക് വേണ്ട സമയത്ത് റെസ്പോൺസ് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. വാട്ട് മേക്സ് എ ലിസണിങ് ആക്റ്റീവ് ലിസണിങ് എന്നുള്ളത് ഒന്ന് നോക്കാം, മനസ്സിലാവും, സിമ്പിളാണ്. പിന്നെ ബാരിയേഴ്സ് എന്താണ്? ഈ പറഞ്ഞ പോലെ ചുറ്റും ബഹളം ഉണ്ടാകുന്നു, കേൾക്കാനുള്ള മനസ്സിലാതിരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷ്, പിന്നെ മദർ ടങ് ഇൻ്റർഫറൻസ് എന്ന വാക്കിനെ ഇപ്പോൾ എടുത്ത് പറയാനുള്ള കാര്യം, അമേരിക്കൻ ഇംഗ്ലീഷ് എന്താണ്, ഇന്ത്യൻ ഇംഗ്ലീഷ് എന്താണ്, സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്താണെന്നൊന്ന് നോക്കാം. ബേസിക്കലി പ്രൊനൗൺസിയേഷൻ്റെ അകത്ത് വ്യത്യാസം വരും പല കാര്യങ്ങളിലും. പിന്നെ ഈ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ വാക്കുകളുടെ എണ്ണം കൂടുതലായിരിക്കും, അമേരിക്കൻ ഇംഗ്ലീഷിൽ വാക്കുകളുടെ എണ്ണം കുറവായിരിക്കും. അതാണ് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റിയൊരു രീതി. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, കളർ എന്ന് എഴുതും, CLOUR എന്ന് എഴുതുമ്പോൾ എന്തായി? ബ്രിട്ടീഷ് ഇംഗ്ലീഷായി എനിക്ക് മറന്നുപോയല്ലോ, COLOR എന്ന് മാത്രം എഴുതുമ്പോൾ അതെന്തായി? അമേരിക്കൻ ഇംഗ്ലീഷ്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്, അതൊന്ന് നോക്കുക. പിന്നെ ഇന്ത്യൻ ഇംഗ്ലീഷിൻ്റെതായ കുറേ വാക്കുകളും യൂസേജുകളും ഉണ്ട്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ അംഗീകരിച്ചിട്ടുള്ള ഒരു രീതിയൊന്നും അല്ല. പക്ഷേ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിന് ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പ്രീപോണ്ട് ചെയ്യുക എന്നൊരു വാക്കുണ്ട്, പോസ്റ്റ്പോണ്ട് ചെയ്യുക എന്നൊരു ഓപ്പോസിറ്റായിട്ട് പ്രീപോണ്ട് ചെയ്യുക എന്നൊരു വാക്ക് നമ്മൾ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്തില്ല, അങ്ങനെ ഒരു വാക്ക് ഇംഗ്ലീഷുകാർ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്തെന്ന് വിളിക്കുന്നത്? ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ബെഡ് കോഫി നമ്മൾ വളരെ കോമൺ ആയിട്ട് പറയുന്ന സാധനം, പക്ഷേ ഇംഗ്ലീഷുകാരന് ബെഡും കോഫി ഒരുമിച്ച് അവർ കേട്ടിട്ടില്ല. നമ്മൾ കണ്ടെത്തിയ സാധനം. ഓക്കെ, നമുക്ക് മാത്രമേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പല്ലുപോലും തേക്കാതെ ചായ കുടിക്കുന്ന ശീലമുള്ളൂ സംസാരം. അപ്പോൾ അതൊക്കെ എന്താണ്? അതൊക്കെ നമ്മുടെ യൂസേജിൽ നമ്മൾ നമ്മുടെ കൺവീനിയൻസിന് കൊണ്ടുവന്ന വാക്കുകളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അങ്ങനെ അവരെ കൊണ്ട് ഡംപ് ചെയ്തിരിക്കുന്ന സാധനമാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നൊരു സാധനം മദർ ടങ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്, നമ്മുടെ മദർ ടങ് എന്താണോ ആ ഒരു സാധനം നമ്മൾ ഏത് ലാംഗ്വേജ് ഉപയോഗിച്ചാലും അതിൻ്റെ അത് കയറി വരും. ഇപ്പോൾ തൃശ്ശൂരുകാരൻ ഇംഗ്ലീഷ് അല്ല ചൈനീസ് ഭാഷ സംസാരിക്കാൻ പറഞ്ഞാൽ അവൻ്റെ ഒരു താളം അല്ലെ, അവൻ സംസാരിക്കുന്നതിൻ്റെ താളം എന്ത് കാണും? അതിൻ്റെ അകത്ത് കിടപ്പുണ്ടായിരിക്കും. അതിനാണ് എന്തെന്ന് വിളിക്കുന്നത്? മദർ ടങ് ഇൻ്റർഫറൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൻ്റെ കമ്മ്യൂണിക്കേഷനെ കുറിച്ചുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് വാക്കുകൾ സംസാരിച്ച് ഒരു മാർക്കിനൊക്കെ സ്ഥിരം ചോദിക്കുന്ന സാധനങ്ങളാണ്. എല്ലാം ഒന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പാരഗ്രാഫിൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയാമെന്നൊന്ന് ഉറപ്പാക്കാം ഫ്രം ദ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, പിന്നെ ഈ പ്രാക്ടിക്കൽ തന്നേക്കുന്നു നോക്കണ്ട, അതൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള സാധനം. സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ വീണ്ടും ഒരു കഥ വരുന്നുണ്ട്. പവർ ഓഫ് മെറ്റഫർ കഥയല്ല, പവർ ഓഫ് മെറ്റഫർ കഴിഞ്ഞാൽ അടുത്ത വരുന്നതാണ് കഥ. പവർ ഓഫ് മെറ്റഫർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബിസിനസ്സിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് മെറ്റഫർ എന്താണെന്ന് അറിയാം. അപ്പം മെറ്റഫർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാണ്. മെറ്റഫറും സിമിലിയും രണ്ട് കോമൺ ആയിട്ടുള്ളൊരു യൂസേജാണ്. ഈ പാർട്സ് ഓഫ് സ്പീച്ച് എന്നൊക്കെ പറയും അല്ലേ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള പാർട്സ് ഓഫ് സ്പീച്ചിൽ ഒരു യൂസേജാണ് മെറ്റഫർ എന്ന് പറയുന്നത്. മെറ്റഫർ എന്നാലും സിമിലി ആയിരുന്നാലും. ഒരു ഉദാഹരണം പറയുന്നത് എന്താണ്? ഞാൻ പറയുകയാണ് എന്താണ്, ഇയാൾക്ക് രാക്ഷസനെ പോലെയുള്ള ബുദ്ധിയുണ്ട് എന്ന് പറയണം. അപ്പം ഹീസ് ബ്രില്യൻറ്റ് ലൈക്ക് എ ഡീമൻ എന്ന് ഞാൻ പറയുകയാണ്. ലൈക്ക് എന്ന വാക്ക് വന്നു കഴിഞ്ഞാൽ അതെന്തായി മാറും? സിമിലിയായി മാറും. അപ്പോൾ ഞാൻ ഡീമനെയും ഈ പറഞ്ഞ വ്യക്തിയും ഏതൊരു ബിസിനസ്മാനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, അവർ രണ്ടുപേരെയും കമ്പയർ ചെയ്ത് പറയുന്നതാണ്. പക്ഷെ ഞാൻ തറപ്പിച്ച് പറയുകയാണ് എന്താണ്, ഹീ ഈസ് എ ബ്രില്യൻറ്റ്
ഡീമൻ, അവൻ എന്താണ്, ഒരു രാക്ഷസനാണ്, ബുദ്ധിമാനായ രാക്ഷസനാണെന്ന് ഞാൻ അവിടെ തറപ്പിച്ച് പറയുകയാണെങ്കിൽ അതിന് എന്തെന്ന് പറയും, മെറ്റഫർ എന്ന് പറയും. അപ്പോൾ ഈ ഒരു സാധനം ഇതിനെ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നതും ഈ ഒരു സാധനം ഇതാണെന്ന് പറയും. മറ്റേ യഥാർത്ഥത്തിൽ അവൻ രാക്ഷസനും അല്ല, ഈ ബുദ്ധിമാനായിരിക്കണമെന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് എന്താണ്, ഞാൻ വെറുതെ ഇങ്ങനെ കമ്പയർ ചെയ്ത് പറയാതെ ഇവൻ അതാണ്, ഇവൻ രാക്ഷസനാണ് എന്ന് ഞാൻ പറഞ്ഞ് ഒരു ഇത് കൊടുക്കുകയാണ്, ഒരു ഇമേജ് കൊടുക്കുകയാണ് ആ പറഞ്ഞ വ്യക്തിക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ കമ്പയർ ചെയ്യാതെ, അങ്ങനെ ഒരു സംശയത്തിൻ്റെ ഭാഷയിൽ പറയാതെ തറപ്പിച്ച് ഞാൻ പറയുകയാണ് ഇന്ന സാധനം ഇതാണ്. ഇപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഗെയിമാണ് എന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ബിസിനസ് എന്ന് പറയുന്നത് ഞാൻ ഒരു ഗെയിമാണെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു മെറ്റഫറാണ്. അല്ലാതെ ബിസിനസ് ഒരു ഗെയിം പോലെയാണെന്ന് പറഞ്ഞാൽ എന്തായി, സിംപ്ലിയായി മാറി. അപ്പോൾ നമ്മൾ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ പറയും, ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി പറയും, ബിസിനസ്സിൻ്റെ ലോങ് ടേം പ്ലാൻ പറയുമ്പോൾ ഈ മെറ്റഫർ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പവർ എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. നോക്കാം. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബട്ട് ഏറ്റവും അടിസ്ഥാനം, ഏറ്റവും അണ്ടർലൈൻ ഫാക്ടർ എന്ന് പറയുന്നത് മെറ്റഫർ ഹെൽപ്സ് സിംപ്ലിഫൈ കോംപ്ലക്സ് ഐഡിയ ആൻഡ് മേക്ക് ദം മോർ അക്സസിബിൾ ഫോർ കൺവീനിയൻസ്. മെറ്റഫർ യൂസ് ചെയ്യുന്നതിലൂടെ എന്ത് സംഭവിക്കും എന്നറിയാമോ? കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ എന്താണ്, പരസ്യം അതൊക്കെയാണ് ഒരു കുഴപ്പം. ഇയാളൊരു ബുദ്ധിമാനായ രാക്ഷസനാണെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത് അയാളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സാണ്, അല്ലേ? ഇത് പറയാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നേനെ, കുറേ പോയിന്റുകൾ പറയേണ്ടി വന്നേനെ. അയാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, ഇയാൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നേക്കാൾ ഒറ്റ വാക്കിൽ നമ്മൾ എന്ത് നിർത്തി, ആ പറഞ്ഞ ആളെന്താണ്, ഒരു ബുദ്ധിമാനായ രാക്ഷസനാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ ഒരു ക്യാരക്ടർ കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഈ മെറ്റഫറിൻ്റെ ഒരു ഉപയോഗം. നമുക്ക് വളരെ കോംപ്ലക്സ് ആയിട്ട് പറയേണ്ട കാര്യത്തിനെ വളരെ സിമ്പിളായിട്ട് കുറച്ചും കൂടെ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു വയ്ക്കാമെന്നുള്ളതാണ് മെറ്റഫറിൻ്റെ ഗുണം എന്ന് പറയുന്നത്. ഈ ഒരു ഇത് വായിച്ചാൽ നമുക്ക് എന്തുമാത്രം കാര്യം പിടി കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ മെറ്റഫറിനെ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാൻ. കാര്യം ഇതൊക്കെ വായിച്ച് ഞങ്ങൾക്ക് ഭ്രാന്തവും ഇരിക്കാണ്ടിപ്പോൾ തോന്നി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല. 2 വാക്കുകൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന 2 വാക്കുകളാണ് റെഡ് ഓഷ്യൻ സ്ട്രാറ്റജി ആൻഡ് ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി. നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു വിചാരിക്കാം. നിങ്ങൾക്ക് ഈ പറഞ്ഞ 2 കടലിലേക്ക് ഇറങ്ങി പോവാം. റെഡ് ഓഷ്യനിലേക്കും പോവാം, ബ്ലൂ ഓഷ്യനിലേക്ക് പോവാം. റെഡ് ഓഷ്യൻ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അവിടെ നിങ്ങൾ ഇറക്കാൻ പോകുന്ന സാധനത്തിന് നല്ല കോമ്പറ്റീഷനുണ്ട്. ഒരുപാട് ആൾക്കാർ വിൽക്കുന്നുണ്ട് ഈ സാധനം, ഒരുപാട് ആൾക്കാർ പുതുതായിട്ട് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കോമ്പറ്റീഷൻ ഹാൻഡിൽ ചെയ്യാനും കൂടെ അറിഞ്ഞാലേ നിങ്ങൾക്ക് ആ മാർക്കറ്റിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റത്തുള്ളൂ. എന്നാൽ ബ്ലൂ ഓഷ്യൻ അങ്ങനെയല്ല. ബ്ലൂ ഓഷ്യൻ എന്താണ്, വളരെ ശാന്തമായി കിടക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ശാന്തമായി കിടക്കുന്നത്? ഈ പറഞ്ഞ കോമ്പറ്റീഷൻ അവിടെ ഇല്ല. പക്ഷെ അവിടെ ഒരു പ്രശ്നം, ആ സാധനത്തിന്, ആ പ്രത്യേക പ്രൊഡക്റ്റിന് കസ്റ്റമർ ഉണ്ടാവുമല്ലോ എന്ന് നമുക്കറിയത്തില്ല. നിങ്ങൾ ഇനി വേണം കണ്ടെത്താൻ. അതാണ് അവിടുത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ. കോമ്പറ്റീഷൻ ഫ്രീ ആണ്, ബട്ട് ആളില്ല. ഒരു പുതിയ കോൺസെപ്റ്റ്. അവിടെ കസ്റ്റമർ ആ സാധനം വാങ്ങാൻ വരും, ആൾക്കാർ അത് ഇഷ്ടപ്പെടുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഇവിടുത്തെ ആ പ്രശ്നമല്ല. ഇവിടെ എന്താണ്, ആരൊക്കെയോ സിമിലർ പ്രൊഡക്റ്റുകൾ വിറ്റ് കച്ചവടം നടത്തുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി. അവിടെ നമുക്കറിയാം അവിടെ പോയ കച്ചവടം നടക്കുമെന്നറിയാം. അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റെഡ് ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. അല്ലാതെ നമ്മൾ കോമ്പറ്റീഷൻ ഇല്ലാത്ത കച്ചവടം നടത്തുന്നതിനാണ് ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. ഇതൊരു മെറ്റഫറാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് അറിയാം. ഈ റെഡ് ഓഷ്യൻ, ബ്ലൂ ഓഷ്യൻ എന്ന ഈ ഒരുപാട് ഷാർക്കുകളുള്ള, ഷാർക്കാണ് വരയ്ക്കുന്നത്. ഒരുപാട് ഷാർക്കുകളുള്ള കടലാണ് എപ്പോഴും എന്താവുന്നത്, റെഡ് ആവാൻ സാധ്യതയുള്ളത്, അല്ലേ? ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യും. ഷാർക്കുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ എന്ത് സംഭവിക്കും? കുറച്ച് ഷാർക്കുകൾ മരിക്കും, കടലിൽ അവർ ചോര ഒഴുകി നടക്കും. അതുകൊണ്ടാണ് കോമ്പറ്റീഷനുള്ള ആൾക്കാർ തമ്മിൽ അടിയുണ്ടാക്കുന്ന ഒരു മാർക്കറ്റിനെ റെഡ് ഓഷ്യൻ, മാർക്കറ്റിൽ നടത്തുന്ന സ്ട്രാറ്റജിയെ റെഡ് ഓഷ്യൻ സ്ട്രാറ്റജി എന്നും, അതേപോലെ വലിയ കോമ്പറ്റീഷൻ ഇല്ലാത്തയിടത്തെ ബ്ലൂ ഓഷ്യൻ എന്നും വിളിക്കുന്നത്. മനസ്സിലായില്ല? അപ്പോൾ അതാണ് നമ്മൾ ആ ഒരു കോൺസെപ്റ്റ്. ഇപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ ഫുൾ കഥേനെയാണ്, ഇപ്പം ആൾക്കാർ തമ്മിൽ കോമ്പീറ്റ് ചെയ്യുന്നിടത്ത് പ്രശ്നം ഉണ്ടാകുന്നു, അതിനെ റെപ്രസെൻറ്റ് ചെയ്താണ് ഇങ്ങനെ പോകുന്നതൊക്കെ പറഞ്ഞാൽ ഫുൾ കഥേനെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ഒരൊറ്റ വാക്കിൽ റെഡ് ഓഷ്യൻ എന്നൊരൊറ്റ വാക്കിൽ അവർ പറഞ്ഞു നിർത്തിയത്. അതേപോലെ ബ്ലൂ ഓഷ്യനും കണ്ടില്ലേ? ഇതിനാണ് നമ്മൾ എന്താണെന്ന് വിളിക്കുന്നത്, പവർ ഓഫ് മെറ്റഫർ ഇൻ ബിസിനസ് എന്ന് പറയുന്നത്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടിയിരുന്ന പല വാക്കുകളെ, പല കോൺസെപ്റ്റുകളെ എന്ത് ചെയ്യുന്നു, ഒരൊറ്റ വാക്കി കൊണ്ടങ്ങ് നിർത്തുന്നു. ഇതാണ് മെറ്റഫർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതൊന്ന് വായിച്ച് നോക്കുക, എന്തുമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ബെറ്റർ ഗോ ഫോർ അതർ സോഴ്സസ്. അല്ലെങ്കിൽ ഇതിനടുത്തൊക്കെ ചോദിച്ചൊന്ന് കുറച്ചും ക്ലാരിറ്റി വരുത്താം. ഇനി പറയുന്നത്
ഷോർട്ട് സ്റ്റോറി അബൌട്ട് വെൽത്ത് ക്രിയേഷൻ ബൈ ഡേവ് നിക്സൺ. അതൊരു ചെറുകഥയാണ് കേട്ടോ, ഞാൻ വായിച്ചു. വെൽത്ത് ക്രിയേഷനെ കുറിച്ച് പറഞ്ഞത് എന്തുമാത്രം അംഗീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കഥ സിമ്പിളാണ്. ഒരാൾ പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എന്താണ്, ചൂട് കാലമാണെന്ന് മനസ്സിലായി. അയാൾ ഒരു ബക്കറ്റിൽ കുറേ ഐസ് കൊടുത്തു, കുറച്ച് ബോട്ടിൽ വെള്ളവും വാങ്ങിച്ചിട്ട് അത്യാവശ്യം വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി അയാൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു ബോട്ടിലിന് $5 അങ്ങനെ ഒരു വിലയിട്ട് അത് വിൽക്കാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണ്. വരുന്ന 99% ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല, വാങ്ങുന്നില്ല. $5 കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു മൈലൊന്ന് നടന്നു പോയാൽ ഒരു പൗണ്ടിനെന്തോ വെള്ളം കിട്ടും. പിന്നെയാണ് ഇവൻ്റെ $5 കൊടുത്ത് വാങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞ് ആൾക്കാർ ആരും വാങ്ങാതെ പോകുന്നു. അങ്ങനെ ഇരിക്കും ഒരാൾ ദാഹിച്ച് തളർന്നെത്തിയ ഒരാളവിടെ എത്തിയിട്ട് പറഞ്ഞ്, എൻ്റെ $5 ഒന്നും എനിക്ക് കുഴപ്പമില്ല, വെള്ളം കുടിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോവും, എനിക്ക് വെള്ളം വേണമെന്ന് പറയാം. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, $5 അത് വിറ്റ് അയാൾക്ക് വെള്ളം കൊടുക്കുന്നു. അപ്പോൾ കഥ ഇത്രയേ ഉള്ളൂ. ഓക്കെ, കഥയുടെ സാരം എന്ന് പറയുന്നത്, എപ്പോഴാണോ നെസസിറ്റി ഉള്ളത് അവിടെ നിങ്ങൾ കൊടുക്കുന്ന സാധനത്തിന് അതിൻ്റെ യഥാർത്ഥ മൂല്യത്തിനേക്കാൾ വാല്യൂ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മുടെ തിയേറ്ററിൽ ചെല്ലുമ്പോൾ വെള്ളം കൊണ്ടുപോകാൻ പാടില്ല എന്നൊരു റൂളുണ്ടല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യണം, അവിടെ വിൽക്കുന്ന വെള്ളത്തിന് എന്ത് വിലയുണ്ടാകും നമ്മൾ കൊടുത്ത് വാങ്ങും. കാര്യം അതിനവിടെ വാല്യൂ ഉണ്ട്. സ്കേർസിറ്റി ഉണ്ടാകുമ്പോൾ എന്ത് ഉണ്ടാകുന്നു, വാല്യൂ ഉണ്ടാകുന്നു. അങ്ങനെ നിങ്ങൾ എന്ത് സാധനം വിൽക്കാൻ ശ്രമിച്ചാലും ഇതുപോലെ വാല്യൂ ഉണ്ടാക്കിയിട്ട് വിൽക്കുക. അപ്പോൾ നമുക്ക് ഹയർ വാല്യൂ വിൽക്കാൻ പറ്റുമെന്നുള്ളൊരു സാരമാണ് ഈ കഥ പറഞ്ഞു തരുന്നത്. ഓക്കെ, പോട്ടെ. ഇപ്പോൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമ്മൾ വാല്യൂ ഉണ്ടാക്കണം. പോട്ടെ, അത് ഒരു വിധത്തിൽ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത ഒരു നെഗറ്റീവ് സാധനത്തിലേക്ക് പോകുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് അധികം സംസാരിക്കുന്നില്ല. കഥ മനസ്സിലായല്ലോ. ഇനി അടുത്ത പറയുന്നത് സ്പീക്കിംഗ് സ്കില്ലിനെ കുറിച്ച്. ഓക്കെ, സ്പീക്കിംഗ് സ്കിൽസ് എന്തൊക്കെ ടെക്നിക്കുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയാം. എഫക്റ്റീവും ബാരിയർ, ഈ വാക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം കമ്മ്യൂണിക്കേഷൻ്റെ എഫക്റ്റീവ്നെസ്സും ബാരിയറും പറഞ്ഞു, പിന്നെ ലിസണിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ്സും ബാരിയറും പറഞ്ഞു, പിന്നെ ഇപ്പോൾ സ്പീക്കിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ്സും ബാരിയറും പറയുന്നുണ്ട്. ജനറൽ കാര്യങ്ങളൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ഞാൻ അതിലേക്ക് അത്ര ഫോക്കസ് ചെയ്യുന്നില്ല. മൊഡ്യൂൾ 3 കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മൊഡ്യൂൾ 3 പറയുന്ന ആദ്യത്തെ കാര്യം ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഇൻ മോഡേൺ എറ. ഈ പറഞ്ഞ സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് അറിയാമോ നോക്കാം. ഗൂഗിൾ മീറ്റ് എല്ലാവർക്കും അറിയാം, വളരെ കോമൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡിജിറ്റൽ കോൺഫറൻസും കാര്യങ്ങളൊക്കെ നടത്തുന്ന സ്ഥലമാണ്. സെയിം സൂമിൻ്റെ പ്രത്യേകത, സൂമിന് കുറച്ചും കൂടെ കപ്പാസിറ്റിയും എഫിഷ്യൻസിയും ഉണ്ടെന്നുള്ളത് ഗൂഗിൾ മീറ്റിന്. ഗൂഗിൾ മീറ്റ് സാധാരണക്കാരൻ്റെ സാധനം. ഓക്കെ, പിന്നെ സ്ലാക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സ്ലാക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ വിർച്വൽ മീറ്റിങ്ങിന് എന്നതിലുപരി ഈ എംപ്ലോയീസിനെയൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ കമ്പനികൾ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. ട്രെല്ലോയും ടെട്രയും രണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഒന്ന് ഗൂഗിളിൽ നോക്കി വെക്കാം അതിൻ്റെ പർപ്പസ് എന്താണെന്ന്. ഓക്കെ, മൈക്രോസോഫ്റ്റ് ടീംസ് നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പ് പോലെയൊക്കെ തന്നെയാണ്. അതിനേക്കാൾ വളരെ വലുതാണ് ഒരു കമ്പനിക്ക് അവരുടെ ഇൻറ്റേർണൽ ഡിജിറ്റൽ മീറ്റിംഗ് നടത്താം, ലൈവായിട്ട് ചാറ്റ് ചെയ്യാം, എന്തെങ്കിലും ഫയലുകൾ അങ്ങോട്ട് ഈ കമ്പനിക്കകത്ത് ഷെയർ ചെയ്യാൻ അതിനൊക്കെ ഉള്ളതാണ് മൈക്രോസോഫ്റ്റ് ടീം എന്ന് പറയുന്നത്. പിന്നെ ഈ ഫ്ലോ ഡോക്ക് എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മ ശരി, എനിക്ക് ക്ലിയറായിട്ട് ഓർക്കുന്നില്ല, ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഇത് വേണ്ടിയിട്ടാണ്, ഈ പ്രോജക്റ്റ് അസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു വർക്ക് ആദ്യം ആര് ചെയ്യണം, പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ആര് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫ്ലോ ഡോക്ക്. അപ്പോൾ അതുപോലെ ഈ ബിസിനസ്സിൻ്റെ അകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പല സാധനങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം കാര്യങ്ങളെങ്കിലും നോക്കി വെച്ചേക്കുക, എന്താണെന്നെങ്കിലും അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്ന വേറൊരു കലയാണ്. നമുക്ക് നോക്കാം. ബ്രാൻഡിങ് ടൂൾസ് ടു ബ്രാൻഡ്സ്. അപ്പോൾ എന്താണ് ഈ ബ്രാൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ബിസിനസ്സിനെ യുണീക്ക് ആക്കുന്ന പരിപാടിയാണ് എന്തെന്ന് പറയുന്നത് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു ബ്രാൻഡിന് അവരുടേതായ എന്ത് കാണും, ഒരു ലോഗോ കാണും, ഒരു ടാഗ് ലൈൻ കാണും, അവരുടെ പരസ്യങ്ങൾ പറയുന്നതിന് ഒരു രീതി കാണും, പിന്നെ അവരുടെ ഒരു വോയിസ് കാണും. അപ്പോൾ ഇന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അവർക്കൊരു വോയിസ് കാണും. അങ്ങനെ എല്ലാം കൊണ്ട് ഒരു ബിസിനസ്സിനെ മാർക്കറ്റിങ്ങിനകത്ത് യുണീക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുമോ അതിനെയാണ് ഒറ്റ വാക്കിൽ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബ്രാൻഡിങ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇവർ ബ്രാൻഡിങ്ങിനെ കുറിച്ചല്ലല്ലോ ഇവിടെ പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഈ ലാംഗ്വേജിനെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരുപാട് ലൈവായിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ കോപ്പി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കോപ്പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതും കോപ്പികൾ ചെയ്യുന്നതിനല്ല, അഡ്വർടൈസ്മെൻറ്റ് കോപ്പികളിൽ
എഴുതുന്നവരാണ്. അപ്പം നിങ്ങൾ കമ്പനികളുടെ പരസ്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാ കമ്പനികളും ഒരേ രീതിയിലായിരിക്കില്ല പരസ്യം പറയുന്നത്. ചില കമ്പനികൾ ഭയങ്കര സീരിയസ് ആയിരിക്കും. എന്നാൽ കുറേ ന്യൂ ജനറേഷൻ കമ്പനികളുടെ പരസ്യമൊക്കെ നോക്കിയാൽ ഭയങ്കര കോമഡിയാണല്ലേ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് എടുത്ത് എന്ത് നോക്കാം, നമ്മുടെ മിൽമ കേരളത്തിൻ്റെ പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കാം. ഭയങ്കര തമാശ രൂപത്തിലാണ് അവരവരുടെ പരസ്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അമൂലാണ് അതിൻ്റെ മാസ്റ്റർ എന്ന് പറയുന്നത്. അമൂലിൻ്റെ പരസ്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. എന്ത് പൊളിറ്റിക്കൽ പ്രശ്നം ഉണ്ടായാലും അതിൻ്റെ അകത്ത് ബട്ടർ ചേർത്ത് ഒരു അമൂൽ ബട്ടറിൻ്റെ പരസ്യം ഇറക്കും ഇല്ലേ. അതാണ് എന്തെന്ന് പറയുന്നത് ഈ കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ലാംഗ്വേജിനെ എന്തിനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്, ഈ പറഞ്ഞ ബിസിനസ്സിൻ്റെ അകത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ 100% ഈ ലിങ്കും ഇതും തമ്മിൽ ബന്ധമില്ല. ഈ ലിങ്ക് പറയുന്നത് ബ്രാൻഡിങ്ങിനെ കുറിച്ച് കോമൺ ആയിട്ട് പറയുകയാണ്. നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണെന്നറിയോ, എങ്ങനെയാണ് എഴുത്തിനെ ഈ പറഞ്ഞ പോലെ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ കോപ്പി റൈറ്റിംഗ് പല രീതിക്ക് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ മെയിൻ പർപ്പസ് എന്താണ് കോപ്പി റൈറ്റിങ്ങിൻ്റെ? കച്ചവടം നടത്തുക എന്നുള്ളതാണ് മെയിൻ പർപ്പസ്, മാർക്കറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞ പോലെ എന്താണ് ഈ പരസ്യങ്ങളിൽ എഴുതുക. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഒരു ഓൺലൈൻ പർച്ചേസ് നടത്താൻ പോകുന്നു. പർച്ചേസ് നടത്താൻ വേണ്ടി ആമസോണിൽ കയറി നോക്കി. ആമസോണിൻ്റെ അത് കയറി നോക്കുമ്പോൾ താഴെ കുറേ ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട് അല്ലേ. ഈ ഡിസ്ക്രിപ്ഷൻ എഴുതുന്നതും ഈ ഒരു കോപ്പി റൈറ്ററിൻ്റെ പണിയാണ്. കാര്യം പൊതുവേ ആൾക്കാർ ഈ സാധനം വാങ്ങാൻ വരുമ്പോൾ എന്തൊക്കെയാണ് നോക്കുന്നത്, ഓക്കെ, ആ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് എന്നിവിടെ പറയുന്നുണ്ടോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ ഒരു വെബ്സൈറ്റിൽ നമ്മൾ സാധനം വിൽക്കാൻ വച്ചിരിക്കുന്നു. അവിടെ നമുക്ക് ഈ പറഞ്ഞ വെബ്സൈറ്റിൽ കുറേ കണ്ടൻറ്റ് എഴുതണമല്ലോ. അതും ആരുടെ ജോലിയാണ്? ഈ പറഞ്ഞ കോപ്പി റൈറ്ററിൻ്റെ ജോലിയാണ്. ഇതൊക്കെയാണ് കോപ്പി റൈറ്റിങ്ങിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ എങ്ങനെ ഇതിനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അത് വേറൊരു സ്കില്ലാണ്, വേറൊരു ജോലിയാണ്. ഇത് ഞാൻ പണ്ട് ചെയ്തിട്ടിരുന്നൊരു ജോലിയാണ്. എനിക്ക് കുറച്ചും കൂടി ഒരു ധാരണ ഉണ്ട് അതിനെപ്പറ്റി. സ്റ്റിൽ നിങ്ങളൊന്ന് വായിച്ച് നോക്കാം കോപ്പി റൈറ്റിങ്ങിൻ്റെ ഉപയോഗം എന്താ. പിന്നെ ഒരു ബേസിക് ഒരു ഉപയോഗം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി നിങ്ങൾ കഴിഞ്ഞിട്ട് എഴുതാനുള്ളതേ ഉള്ളൂ. പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചും കൂടെ നോക്കാം. യു വിൽ ഗെറ്റ് സം മോർ ക്ലാരിറ്റി. ഓക്കെ, പിന്നെ അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം പറഞ്ഞു, ലിസണിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, സ്പീക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ നമ്മൾ എങ്ങോട്ട് വരുവാണ്? റീഡിങ്ങിലേക്ക് വരണം. റീഡിങ്ങും ഒരു കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. അപ്പോൾ റീഡിങ്ങിൻ്റെ ടെക്നിക്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത്. സ്കിമ്മിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഡെപ്തിലൊന്നും വായിക്കത്തില്ല. നമുക്കൊരു ഏതാണ്ടൊരു ഐഡിയ കിട്ടും. നമ്മൾ ഈ രാവിലെ പത്രം വായിക്കുന്ന പോലെ പത്രത്തിൽ എല്ലാ കഥയും അറിയണമെന്നല്ല, പക്ഷേ ഏതാണ്ടൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഒന്ന് ഓട്ടിച്ച് നോക്കുന്നു നമ്മൾ പറയത്തില്ല. അതാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. സ്കാനിങ് എന്ന് പറയുന്നത് നമ്മളൊരു പെർട്ടിക്കുലർ പീസ് ഓഫ് ഇൻഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അന്വേഷണം നടത്തുന്നു എന്നുള്ളത്. നമ്മൾ വളരെ പെർട്ടിക്കുലറായിട്ട് ഇപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ഉദാഹരണം ഡിക്ഷണറി നോക്കുന്നത്. ഡിക്ഷണറിക്കകത്ത് ഒരു 1000 കണക്കിന് വാക്കുകൾ നമ്മളെല്ലാം നോക്കത്തില്ലല്ലോ. നമുക്ക് എന്തേ അറിയേണ്ടുള്ളൂ, അപ്പോൾ ഒരു പെർട്ടിക്കുലർ വാക്കിൻ്റെ അർത്ഥം അറിയണം, നമ്മൾ അത് മാത്രമേ നോക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു പർപ്പസിനെയാണ് സ്കാനിങ് എന്ന് പറയുന്നത്. ഇനി ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് റീഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇൻറ്റൻസീവ് റീഡിങ് പേര് പറയുന്ന പോലെ വളരെ ഇൻറ്റൻസീവായിട്ട് അതിൻ്റെ ഡെപ്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന ഉദ്ദേശത്തോടെ നിങ്ങൾ വായിക്കുന്നതാണ്. എക്സ്റ്റെൻസീവ് റീഡിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ പർപ്പസ് എന്താണ്, ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മൾ കഥാ ബുക്ക് വായിക്കത്തില്ലേ, അതാണ് വ്യത്യാസം. നിങ്ങളൊരു അറിവ് കിട്ടാൻ വേണ്ടി വായിക്കുന്നത് ഇൻറ്റൻസീവ് റീഡിങ്ങും കഥാ ബുക്ക് വായിക്കുന്നതൊക്കെ എക്സ്റ്റെൻസീവ് റീഡിങ്ങുമാണ്. ഇനി റീഡിങ് ബിറ്റ്വീൻ ലൈൻസ് പേര് പറയുന്ന പോലെ തന്നെ നമ്മൾ ഒരു ഇൻറ്റേർണൽ മീനിങ് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ എന്ത് കൊടുക്കുക, ചില കാര്യങ്ങൾക്ക് ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഒരു വാർത്ത കാണുമ്പോൾ അവർ മിക്കവാറും വാർത്തയൊക്കെ എഴുതാറ് കേട്ടോ, 100% ഇന്നതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടാകത്തില്ല. ഒരു വലിയൊരു ഉദാഹരണം വളരെ റീസെൻ്റായിട്ട് സംഭവിച്ചു. ഞാൻ ആരെയും ഒരു പാർട്ടീനെ ഉദ്ദേശിച്ചല്ല പറയുന്നത്, എന്നാലും നടന്നൊരു കാര്യം പറയാണ്. ഒരു നേതാവ് എന്ത് ചെയ്തു, വലിയൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് പുള്ളി തിരിച്ച് വീട്ടിലോട്ട് പോയി. ഇത് കണ്ട ഉടനെ നമ്മുടെ ഈ മാധ്യമങ്ങൾ എന്ത് ചെയ്തു, ഈ പരിപാടി അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അയാൾ തിരിച്ച് വീട്ടിൽ പോയിരിക്കുന്നു, ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണ്ടാത്ത കഥകൾ പലതും പറഞ്ഞുണ്ടാക്കി. യഥാർത്ഥത്തിൽ അവർ ചെയ്തത് എന്താണ്, അവർ ചെയ്ത പരിപാടിയാണ് റീഡിങ് ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറയുന്നത്. അവരറിഞ്ഞത് എന്താണ്, പരിപാടി നടന്നിട്ടിരുന്ന ഇടയ്ക്ക് വെച്ച് മന്ത്രി വീട്ടിലേക്ക് പോയി എന്നേ ഇവർ അറിഞ്ഞുള്ളൂ. ഇവർ ഉടനെ എന്ത് ചെയ്തു, ഈ മന്ത്രിക്ക് ഈ പരിപാടി ഇഷ്ടപ്പെട്ടില്ല, പാർട്ടിയോട് ഇവർ എതിർപ്പ് കാണിക്കുന്നു ഈ മന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ട് കഥ അടിച്ച് നടക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ എല്ലാ വർഷവും എല്ലാ മാസത്തിൻ്റെ 1-ാം തീയതി പുള്ളി ഒരു ക്ഷേത്രത്തിൽ പോകാറുണ്ട്. അവിടെ പോകാൻ വേണ്ടിയിട്ടാണ് പുള്ളി വീട്ടിലോട്ട് പോയത്. അതാണ് സത്യത്തിൽ സംഭവിച്ചത്. ഇവരിതൊന്നും അറിയാതെ എന്ത് ചെയ്തു, ഇയാൾ അവിടെ നിന്ന് അടിച്ച് വീഞ്ഞു പിണങ്ങി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കഥ ഉണ്ടാക്കി ഇറക്കി. അപ്പോൾ എന്താണ് സംഭവിച്ചത്, റിയാലിറ്റി അവരുടെ മുമ്പിൽ നിൽക്കുന്നതിനല്ല, അവരെന്ത് ചെയ്തു, അതിന് അവരുടേതായ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റീഡിങ് ബിറ്റ്വീൻ ലയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ റീഡിങ്ങിൻ്റെ ടെക്നിക്സാണ്.
സ്കിമ്മിങ്, സ്കാനിങ്, ഒരുപാട് എവിടെയൊക്കെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അവിടെ എല്ലാം ഈ സാധനങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കാം. ഇനി പ്രാക്ടീസ് പറയുന്നുണ്ട്. മൊഡ്യൂൾ 4 പോകുമ്പോൾ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ്റെ ഫോമുകളിലേക്ക് വരുവാണ്. വെർബൽ, നോൺ വെർബൽ, റിട്ടേൺ, ഇലക്ട്രോണിക്, അപ്വേർഡ്, ഡൗൺവേർഡ്, ഫോർമൽ, ഇൻഫോർമൽ. നമുക്ക് സാധാരണക്കാരന് മനസ്സിലാവുന്ന സാധനങ്ങൾ തന്നെയാണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ, വാ തുറന്ന് സംസാരിക്കുക. ഓക്കെ, സ്പോക്കൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉദ്ദേശിക്കുന്നത്. നോൺ വെർബൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ആക്ഷൻസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് ഒക്കെ ചോദിക്കാറുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം ഉണ്ടാക്കി വയ്ക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നോൺ വെർബലിന് മേലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? വെർബൽ കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ നമുക്ക് തമ്മിൽ എന്ത് വേണം? ഒരു റീസണബിൾ ഡിസ്റ്റൻസ് വേണം. പക്ഷേ നോൺ വെർബലിന് അങ്ങനെയല്ല. ഇതാ ഞാനിവിടെ നിൽക്കുന്നു, നിങ്ങൾ അടുത്ത ബിൽഡിങ്ങിൽ നിൽക്കുന്നു, നമ്മൾ തമ്മിൽ സംസാരിക്കാൻ ഫോണും മറ്റു ഉപായങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ആക്ഷൻസ് കാണിച്ച് ചേട്ടാ ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോകുമെന്നൊക്കെ പറയാൻ പറ്റുമല്ലോ. അതാണ് നോൺ വെർബലിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. എവിടെയോ വായിച്ച ഒരു ചെറിയൊരു ഓർമ്മ വെച്ച് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കാണും. ഒന്ന് മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഒന്ന് കണ്ടെത്തി വയ്ക്കുക. ഓക്കെ, ചോദിക്കാറുണ്ട്. പിന്നെ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. അത് നമ്മൾ ബിസിനസ്സിലെ കാര്യം പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണമാണ്. ഒരു എംപ്ലോയിയുടെ HR മാനേജർ, CEO. ഓക്കെ, CEOയ്ക്ക് ഒരു കാര്യം എംപ്ലോയിനെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ആദ്യം HR മാനേജറിനെ അറിയിക്കും. HR മാനേജർ വേണം ആരെ അറിയിക്കാൻ? എംപ്ലോയിനെ അറിയിക്കാൻ. ഇതിനാണ് എന്തെന്ന് പറയുന്നത്? ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. ഇനി അപ്വേർഡ് ആയാലോ? എംപ്ലോയിക്ക് CEOനൊരു കാര്യം അറിയിക്കണം. എംപ്ലോയി ആരെ അറിയിക്കുന്നു? HR മാനേജർ അറിയിക്കുന്നു. HR മാനേജർ അതിനെ CEOനെ അറിയിക്കുന്നു. ഇതിനെയാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ബിസിനസ്സിനകത്ത് മുകളിലേക്കും താഴേക്കും നടക്കാം, കമ്മ്യൂണിക്കേഷൻ നടക്കാം. ഫൈനലി അവർ റിട്ടേൺ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ബിസിനസ് കറസ്പോണ്ടൻസ് എന്താണ്? ബിസിനസ് കറസ്പോണ്ടൻസിനകത്ത് വരുന്നതാണ് ഈ പറഞ്ഞ ബിസിനസ് ലെറ്റർ ഓഫ് കംപ്ലയിൻറ്റ്, ലെറ്റർ ഓഫ് എൻക്വയറി. ഇതൊക്കെ നിങ്ങൾ റിട്ടേൺ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. കുറേ ഉദാഹരണങ്ങൾ കിട്ടും നെറ്റിലൊക്കെ, ഒന്ന് നോക്കി വെച്ചേക്കുക. അപ്പോൾ ലെറ്റർ എഴുതാൻ അറിയാലോ, ഫോർമൽ ലെറ്റർ എഴുതാൻ. ഫ്രം, ഡേറ്റ്, ടു, പിന്നെ സർ അല്ലെങ്കിൽ ഡിയർ സാർ എന്ന് വേണമെങ്കിൽ ചേർക്കാം. കോളേജ്, സ്കൂൾ പോലത്തെ സാധനങ്ങളിൽ ഡിയർ സാർ പറയാറുള്ളൂ. ഒഫീഷ്യലാകുമ്പോൾ സാർ മതി. റെസ്പെക്റ്റഡ് സാർ എന്ന് ചേർത്ത് കളയരുത്. റെസ്പെക്റ്റഡ് എന്ന വാക്ക് തന്നെ അവിടെ അനാവശ്യമാണ്. സബ്ജക്റ്റ് എഴുതുക, പിന്നെ കണ്ടൻറ്റ് എഴുതുക, ഫൈനലൈസ് ചെയ്യുക. അപ്പോൾ സർ അല്ലെങ്കിൽ മാഡം എന്നിടാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ അടുത്ത ആളുടെ പേരൊന്നും പറയുന്നില്ലെങ്കിൽ മാഡം എന്ന് തന്നെ ഇടുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ മാഡം എന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രശ്നമില്ല. എൻ്റെ ഒരു സജഷനാണ്. അപ് ടു യു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കുക. അജണ്ട എഴുതുന്നെങ്ങനെ, മിനിറ്റ്സ് എഴുതുന്നത്, റിപ്പോർട്ട് എഴുതുന്നത് എങ്ങനെ. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഫോർമാറ്റ് അല്ലേ. ഒരു മെമോൻ്റെ ഫോർമാറ്റ് അല്ല അജണ്ടയുടെ ഫോർമാറ്റ്. അജണ്ട അജണ്ട വാക്കുകൾ തന്നെ പറയുന്നുണ്ട്. മെമ്മോ എന്ന് പറയുന്നത് ഒരു നോട്ടീസ് പോലെ തന്നെയാണ്. ഓക്കെ, ഒരു കാര്യം നിങ്ങൾ ഓഫീസിൽ എല്ലാവരും അല്ലെങ്കിൽ ഒരാൾ പെർട്ടിക്കുലറി അറിയിച്ചു കൊണ്ടുള്ള ഒരു നോട്ടീസിനെ തന്നെയാണ് നമ്മൾ എന്താണെന്ന് വിളിക്കുന്നത്? മെമോ എന്ന് വിളിക്കുന്നത്. ആ മെമ്മോയ്ക്കകത്ത് ഒരു ഫ്രം ഇന്ന ആൾ ടു ഇന്ന ആൾ അല്ലെങ്കിൽ ഇന്ന ഒരു കമ്മ്യൂണിറ്റി. ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തമാണെങ്കിൽ ഇത്ര പേർക്ക് വേണ്ടിയിട്ട് അയച്ചതാണ്. പിന്നെ ഒരു ഡേറ്റ് കാണും, പിന്നെ ഒരു സബ്ജക്റ്റ് കാണും, പിന്നെ അതിൻ്റെ ബോഡി കാണും. നിങ്ങളുടെ നോട്ടീസ് ബോർഡിലൊക്കെ വരുന്ന ഒഫീഷ്യൽ നോട്ടീസ് നോക്കിയാൽ മനസ്സിലാവും. അതിനെ തന്നെയാണ് എന്താണെന്ന് വിളിക്കുന്നത്? മെമോ എന്ന് വിളിക്കുന്നത്. ഇനി അജണ്ട എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു മീറ്റിങ്ങിനകത്ത് ഒരു മീറ്റിംഗ് വിളിക്കുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറയുന്നതാണ് അജണ്ട എന്ന് പറയുന്നത്. മീറ്റിങ്ങിൻ്റെ ടൈം കാണും, മീറ്റിങ്ങിൻ്റെ ഡേറ്റ് കാര്യങ്ങൾ കാണും, മീറ്റിങ്ങിൻ്റെ ഒരു ഹെഡിങ് കാണും. മീറ്റിംഗ് ഫോർ ദിസ് പർപ്പസ് എന്നൊരു ഹെഡിങ് കാണും. പിന്നെ എവിടെ വെച്ചാൽ ഈ മീറ്റിംഗ് നടക്കുന്നത്, ആരായിരിക്കും ഇതിൽ മെയിൻ ആൾ, ആരായിരിക്കും ഇതിൻ്റെ നോട്ട്സൊക്കെ എഴുതിയെടുക്കാൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു മീറ്റിങ്ങിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുന്ന ഒരു നോട്ടീസാണ് അജണ്ട എന്ന് പറയുന്നത്. എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയിക്കുന്ന ഒരു നോട്ടീസാണ് മെമ്മോ എന്ന് പറയുന്നത്. നോട്ടീസ് എന്ന വാക്ക് നിങ്ങളൊരു ഇതിന് വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ, മനസ്സിലാൻ വേണ്ടിയിട്ട് പറയുന്നത്. പിന്നെ മിനിറ്റ്സ് എല്ലാവർക്കും അറിയാം. മിനിറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന മീറ്റിങ്ങിൻ്റെ ഒരു റെക്കോർഡിലാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മിനിറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മിനിറ്റ്സിൻ്റെ അകത്ത് എന്ത് കാണാം? മീറ്റിംഗ് എന്താണ്, എന്ത് മീറ്റിംഗാണ് നടന്നത്, ഏത് ഡേറ്റാണ്, എപ്പോൾ തുടങ്ങി എപ്പോൾ അവസാനിച്ചു, ആരൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ ഒപ്പൊക്കെ നമ്മൾ വാങ്ങും. പിന്നെ മിനിറ്റ്സ് എഴുതിയെടുക്കുന്ന ആളാരാണ്, അയാൾ ഒപ്പ്. എന്നിട്ട് ആ മീറ്റിംഗ് നടക്കുന്നതിൻ്റെ ഓർഡറിൽ കഥ പോലെ അയാൾ എഴുതിപ്പോവും. ഇന്ന ആൾ ആദ്യം സംസാരിച്ചു, അയാൾ ഇന്ന കാര്യം പറഞ്ഞു, ഇന്ന ആൾ ഇന്ന കാര്യം പറഞ്ഞു, അവസാനം നമ്മൾ ഇന്ന തീരുമാനത്തിലെത്തി എന്നൊക്കെ പറഞ്ഞ് നടന്ന കാര്യങ്ങൾ എഴുതുന്നു. എന്നിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് എല്ലാവരെയും കാണിച്ച് എല്ലാവരുടെയും എന്ത് വാങ്ങും? നമ്മൾ ഒപ്പും കൂടെ വാങ്ങും. അതാണ് മിനിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നെഗോഷിയേഷൻ ലാംഗ്വേജും നെഗോഷിയേഷൻ പ്രോസസ്സൊക്കെ പറയുന്ന പോലെ തന്നെ എന്താണ്, നമ്മൾ
വില പേശുക എന്ന് പറയുന്നത് ബാർഗനിങ് ആയി പോലെ ഒന്ന് ചർച്ച നടത്തുന്നതാണ് നമ്മൾ. ചർച്ച എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ചർച്ച ചെയ്തൊരു ധാരണയിലെത്തുന്ന പ്രോസസ്സിനാണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സപ്ലയറായിട്ട് നമ്മളെ ക്ലയൻറ്റൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ചർച്ച നടത്തി. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, നിങ്ങളൊരു ബിസിനസ് നടത്തുന്നോ, നിങ്ങൾ ബിസിനസ്സിന് എന്ത് വേണം, ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യണം. അതിന് നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ഏൽപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യും, അവരെ വിളിച്ചിട്ട് ചോദിക്കും, പറ നിങ്ങൾ എന്തൊക്കെയാണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അവർ പറയും, മാസം നിങ്ങൾ 10,000 രൂപ തന്നാൽ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ തരാം. അപ്പോൾ നിങ്ങൾ പറയണത് അപ്പോൾ അത് പറ്റൂല, എത്രയും ചെറിയ കാര്യത്തിന് 10,000 തരാൻ പറ്റില്ല, ഒന്നെങ്കിൽ കൂടുതൽ സർവീസ് തരണം, ഇല്ലെങ്കിൽ 10,000 എന്നുള്ളത് കുറയ്ക്കണം. അപ്പോൾ അവർ പറയും, ശരി സാർ 10,000 കുറയ്ക്കേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ സർവീസ് തരാം, നിങ്ങൾക്ക് നിങ്ങളുടെ ട്വിറ്റർ ഹാൻഡിലും കൂടെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്ത് തരാം, നിങ്ങൾക്ക് ഞാൻ ഒരു മാസം കൊണ്ട് ഇത്ര റീച്ച് ഉണ്ടാക്കി തരാം. അപ്പോൾ ഒരു മാസം കൊണ്ട് ആ റീച്ച് ഉണ്ടാക്കിയില്ലെങ്കിൽ എന്തായിരിക്കും നടപടി? അപ്പോൾ അവർ പറയും, സാർ ആ റീച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാറ് നമ്മളെ കളഞ്ഞിട്ട് വേറെ ആളുടെ അടുത്ത് വയ്ക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സംസാരിച്ചൊരു ധാരണയിലെത്തൂലേ. ആ ഒരു പ്രോസസ്സിനാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ ജോബിന് എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെ റെസ്യൂം എഴുതണം, എങ്ങനെ കവർ ലെറ്റർ എഴുതണം, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. അതൊന്ന് നോക്കി വെച്ചേരെ കേട്ടോ. അത് നിങ്ങൾക്ക് ഇവിടെ ഏതായാലും ഉപകാരപ്പെടുന്ന സാധനങ്ങളാണ്. സോ അതൊന്ന് നോക്കി വെച്ചേരെ. ദെൻ ഡിഫറെൻറ്റ് പർപ്പസിന് ലെറ്റർ എഴുതുക, ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ്, ഇത് വെറുതെ പരീക്ഷയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല, വെറുതെ ഒരു സമ്മറി അത് പരീക്ഷ എഴുതുന്ന കാര്യം മാത്രമല്ല, എന്താണ് നിങ്ങൾക്ക് ലൈഫിൽ യൂസ് ആവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതൊന്ന് നോക്കി വെച്ചേക്കുക. അവസാനത്തെ മൊഡ്യൂൾ ആസ് യൂഷ്വൽ നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്, വരത്തില്ല, പരീക്ഷയ്ക്ക് വരത്തില്ല. ഇനി നമുക്ക് 2 കാര്യങ്ങൾ നോക്കാം. ഒന്ന്, പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ. 2, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നത്. ആദ്യം പരീക്ഷയ്ക്ക് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം തന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, കഴിഞ്ഞ പരീക്ഷയാണ് കേട്ടോ, അല്ല നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയല്ല, അങ്ങനെ തിരിച്ചുകളയില്ല. ഓക്കെ. അപ്പോൾ പാർട്ട് ABC ഉണ്ട്. പാർട്ട് എയിൽ പറയുന്നത് ഒക്കെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 1 മാർക്കിൻ്റെ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യത്തെ ചോദ്യം, എന്താണ് ലിസണിങ്, എന്താണ് സ്കിമ്മിങ്, ബിസിനസ്സിൽ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മദർ ടങ് ഇൻ്റർഫറൻസ് എന്താണ്, എല്ലാം നമ്മൾ പറഞ്ഞു പോയ കാര്യമാണ്. ഒന്ന് ഒട്ടിച്ച് നോക്കിയാൽ സിമ്പിളായിട്ട് 1 മാർക്കിന് ഉത്തരം എഴുതാം. ഇനി പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ 8 മാർക്ക്, 4 ക്വസ്റ്റ്യൻ. ഓക്കെ. 2 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട് പാർട്ട് ബിയിൽ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്താ, ഡിസ്ക്രൈബ് ദ എലമെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് എന്തുണ്ട്, സെൻഡറുണ്ട്, എൻകോഡിംഗ് ഉണ്ട്, ചാനലുണ്ട്, ഡീകോഡിംഗ് ഉണ്ട്, റിസീവർ ഉണ്ട്, ആ പരിപാടിയാണ്. സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഒന്ന് കണ്ടുപിടിച്ച് ഉണ്ടാക്കി കയ്യിൽ ഒരു നോട്ട് ഉണ്ടാക്കി വെച്ചേക്കും. ഓക്കെ. ഹൗ ക്യാൻ വൺ ഓവർകം ദ ബാരിയർ ഇൻ സ്പീക്കിംഗ് വൈൽ എൻഗേജ് ഇൻ പബ്ലിക് സ്പീക്കിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. പിന്നെ കോപ്പി റൈറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, നമ്മൾ പറഞ്ഞ കാര്യമാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ഇനി 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. മിക്കവാറും എല്ലാം ക്രിയേറ്റ് ഇവാലുവേറ്റ് രീതിക്കൊക്കെ വരുന്ന സാധനങ്ങളായിരിക്കും. ഫസ്റ്റ് പറയുന്നത്, ഹൗ വുഡ് യു ഓർഗനൈസ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി വൈൽ എൻഗേജിങ് ഇൻ പബ്ലിക് സ്പീക്കിംഗ്. ആ ഒരു 10 പോയിന്റ് നോക്കിയാൽ തന്നെ ഇതിന് ഉത്തരം എഴുതാനുള്ളതുണ്ട്. ഹൗ ഗ്രൂപ്പ് ഡിസ്കഷൻ ഫോം എ റെലവൻറ്റ് പാർട്ട് ഇൻ ബിസിനസ് ഫോംസ്. ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ ഉള്ളത് കൈ നിന്നിട്ട് എഴുതാനുള്ളതേ ഉള്ളൂ. എക്സാമിൻ ദ റോൾ ഓഫ് വിർച്വൽ പ്ലാറ്റ്ഫോം ഇൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെയാണ് നിങ്ങൾക്ക് എന്ത് വേണ്ടി വരുന്നത്. നേരത്തെ നമ്മൾ കണ്ടില്ലേ, ഗൂഗിൾ മീറ്റ്, മൈക്രോസോഫ്റ്റ് ടീം പോലത്തെ സാധനങ്ങൾ. ആ വാക്കുകൾ അതിൻ്റെ യൂസ് നോക്കി വെച്ചാൽ ഇവിടെ ഉപകാരപ്പെടും. ഐഡൻറ്റിഫൈ ദ റോൾ ഓഫ് ബ്രാൻഡിങ് ടൂൾസ് ഇൻ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ. ഓക്കെ. ഇവാലുവേറ്റ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ലാംഗ്വേജ് സ്കിൽസ് ഇൻ നെഗോഷിയേഷൻ. എക്സാമിൻ ദ നീഡ് ഓഫ് എഫക്റ്റീവ്. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളുടെ സിലബസിൽ പറയുന്ന വാക്കുകൾ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഒരുപാടൊന്നും ചുറ്റിത്തിരിഞ്ഞ് പോയിട്ടില്ല. അപ്പോൾ ആ വാക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പോയാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ. പ്രിപ്പയർ ആൻ എൻക്വയറി ലെറ്റർ റിഗാർഡിംഗ് ജോബ് വാക്കൻസി എന്ന ബിസിനസ് ഫേം. ബിസിനസ് ഫേമിൽ ജോലി ഒഴിവുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് എഴുതുന്ന ലെറ്റർ എഴുതുക. പ്രിപ്പയർ എ കംപ്ലയിൻറ്റ് ലെറ്റർ ടു എ ബിസിനസ് ഫേം റിഗാർഡിംഗ് പുവർ കസ്റ്റമർ സർവീസ്. നിങ്ങളൊരു കാര്യം ചെയ്യും, ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് കോപ്പി ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഞാനിത് നമ്മളെ ഇവിടെ ഉണ്ടോ, നമ്മുടെ എവിടെയാണ് ടെലിഗ്രാം ചാനലുണ്ട്, നമ്മുടെ ഐ-കൊമേഴ്സിൻ്റെ ടെലിഗ്രാം ചാനലുണ്ട്. ഈ കാണുന്ന കോഡ് ഉണ്ടല്ലോ, ഇതൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഇതൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് അതേപോലെ കോപ്പി ചെയ്ത് ChatGPT കൊടുത്താൽ അവരൊരു റിപ്ലൈ തരും. അത് കാണുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും, ഇത് എങ്ങനെ എഴുതാനുള്ളതെന്ന്. അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ. ഇതൊരു കാര്യം കൂടെ നോക്കാം. ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻസ് ടീച്ചേഴ്സ് ഒന്ന് അയച്ചു തന്നായിരുന്നു ഈ പരീക്ഷയ്ക്ക് മുമ്പായിട്ട്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്നൊക്കെ പറയാം. അതും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതാണ് അവരന്ന് അയച്ചെന്ന വേർഡ് ഫോമാറ്റ്. അപ്പോൾ അവിടുത്തെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കി, വാട്ട് ഈസ് മിനിറ്റ്, വാട്ട് ഈസ് റീഡിംഗ് ബിറ്റ്വീൻ, വാട്ട് ഈസ് സബ്ജക്റ്റ് ലൈൻ, വാട്ട് ഈസ് എ മെറ്റഫർ. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്.
എക്സ്പ്ലെയിൻ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ 2 മാർക്കിന്. വാട്ട് ആർ എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഇവിടെയാണ് ഞാൻ പറഞ്ഞില്ല, ഒരു കഥയുടെ കാര്യം പറയുന്ന ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറില്ല, മറ്റേ യഥാർത്ഥ ക്വസ്റ്റ്യൻ പേപ്പറിൽ കഥേൻ്റെ ഒരു അംശം പോലുമല്ല, പക്ഷേ ഇവിടെ ഒരു കഥയുടെ കാര്യം പറയുന്നുണ്ട്. എങ്ങനെ വെൽത്ത് ക്രിയേറ്റ് ചെയ്തു എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. ഒന്നും നിങ്ങൾ അറിയണ്ട, നിങ്ങളെ കഥയുടെ ഒരു സമ്മറി അറിഞ്ഞ് വെച്ചേക്കുക. ഇവിടെ എന്ത് ചോദിച്ചാലും അത് തന്നെ എഴുതി വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഓക്കെ. സ്റ്റേറ്റ് ദ ഫീച്ചേഴ്സ് ആൻഡ് യൂസ് കേസസ് ഓഫ് എനി 4 ഓൺലൈൻ ടൂൾസ് ഫോർ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ വെർച്വൽ എറ. കണ്ടില്ലേ? അപ്പോൾ ആ ടൂൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആ ടൂൾസും അതിൻ്റെ പർപ്പസും ഒന്ന് ഗൂഗിളിൽ നോക്കി വെച്ചേക്കുക ഓരോ വാക്കുകൾ. വാട്ട് ഈസ് കോപ്പി റൈറ്റിംഗ് ഇൻ ഇ കൊമേഴ്സ് ഒക്കെ നമ്മൾ നോക്കിയതാണ്. അനലൈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്കിമ്മിങ്, സ്കാനിങ്, ഇൻറ്റൻസീവ് റീഡിങ്. പിന്നെ എന്താ ബിസിനസ് മാനിൽ അയാളുടെ ഒരു അപ്രോച്ച് എന്തായിരുന്നു. ഇമാജിൻ യു ആർ അപ്ലൈയിങ് ഫോർ എ പോസ്റ്റ് ഓഫ് എ കമ്പനി ക്രിയേറ്റിംഗ് CV ഹൈലൈറ്റ് റിലവൻസ് സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ CV ഉണ്ടാക്കാനും ഈ പറഞ്ഞ പോലെ കവറിങ് ലെറ്റർ ചെയ്താൽ ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ. അപ്പോൾ ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ള. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറ്റുന്നതാണെങ്കിൽ, ഇപ്പോൾ ഇംഗ്ലീഷ് ആയിരുന്നാൽ പോലും ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് എനിക്കിവിടെ പറയാൻ പറ്റി, എല്ലാം എനിക്ക് പറയാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഈ നമുക്ക് കൊമേഴ്സിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും എക്കണോമിക്സ് ഒരു പരിധി വരെയുള്ള വീഡിയോസ് എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് പറയുക, നമ്മൾ ചെയ്തു തരാം. മോറോവർ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വൈക്കോമേഴ്സിൻ്റെ ചാനലുണ്ട്, നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്താൽ ഈ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അവിടെ ഉണ്ട്. ഓക്കെ, അത് നോക്കുക. പിന്നെ ബുക്കുകളാണ് വേണ്ടതല്ല, കൊമേഴ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ എന്തെങ്കിലും ബുക്കുകളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മൾ സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ്. ഈ ബുക്ക് മതി എന്നുണ്ടെങ്കിൽ നമ്മുടെ വൈക്കോമേഴ്സിൻ്റെ ആപ്പിൻ്റെ അകത്ത് അവൈലബിൾ ആണ്, എല്ലാം നോക്കുക. ഓക്കെ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് us know. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് പറയാം. ഓക്കെ, താങ്ക് യു ഓൾ.